പക്ഷെ ഈ തെക്ക് വടക്ക് നടക്കാന്നുള്ളത് എന്തുകൊണ്ടാ വന്നേന്നുള്ളതിന്റെ വലിയ ഐഡിയ ഉണ്ട്. ശാസ്ത്രീയതയെ കുറിച്ച് എനിക്കറിയും. ശാസ്ത്രീയത പക്ഷെ അത് പറഞ്ഞപ്പോഴേ നമ്മൾ ഈ കൊടുങ്ങല്ലൂര് ഭാഗത്തൊക്കെ അല്ല ഈ കൊടുങ്ങല്ലൂര് ഞാനവിടെ ഭാഗത്തൊക്കെ നമ്മള് വഴി ചോദിക്കാൻ ശരിക്കും അവരെങ്ങനെ റൈറ്റ് ലെഫ്റ്റ് അല്ല പറയാ. ഇവിടെ നേരെ പോയിട്ട് അവിടുന്ന് പടിഞ്ഞാട്ട് പോയിട്ട് അവിടെ നമ്മള് മറ്റേ സൂര്യനെ നോക്കിട്ട് വേണം ബാക്കി സ്ഥലങ്ങളിലേക്ക് പോകാൻ. കോമ്പസ് ഇട്ടിട്ട് വേറെ കോമഡി ഉണ്ട്. ഈ പടിഞ്ഞാറ് ഈസ്റ്റ് ആണോ വെസ്റ്റ് ആണോ ഞങ്ങളുടെ ഭാഗമാണ് പ്രത്യേകിച്ച് ഇങ്ങനെ പറഞ്ഞു തരാറ്. കാരണം വെച്ചാൽ ഈ ബീച്ചിന്റെ സൈഡിലൊക്കെ അല്ലേ താമസിക്കുന്നത്. അപ്പൊ ഇവിടെ നേരെ പടിഞ്ഞാട്ട് പോയിട്ട് അവിടെ നിന്ന് കിഴക്ക് മനസ്സിലായി. പിന്നെ കിഴക്ക് പടിഞ്ഞാറ് മൂല പടിഞ്ഞാറ് കിഴക്കിന് മനസ്സിലാവില്ല. പിന്നെ ഈ മൂല മനസ്സിലാവാൻ മൂലം മനസ്സിലാക്കാൻ രണ്ടെണ്ണം കിട്ടണം നല്ല മൂല കിട്ടണോ? നീ മൂല കണ്ടുപിടിക്കാതെ എന്നിട്ട് നീ ചോദിച്ചാൽ മതി. മൂല രണ്ട് സൈഡിന്റെ കോർണർ അല്ലേ? ഇതെങ്ങനെ ഇത് ദിശക്ക് എങ്ങനെ കോർണർ വരിക? പണ്ട് വന്നിരുന്നു, പണ്ടുണ്ടായിരുന്നു. സത്യം പറയാൻ നിങ്ങക്ക് ആർക്കും പണിയില്ലേ ശരിക്കും? അല്ല എല്ലാവരും തെക്കും വടക്ക് എന്ന് പറഞ്ഞോണ്ടിരിക്കണ്. തെക്ക് വടക്ക് നമ്മുടെ സിനിമയുണ്ട്. തെക്ക് വടക്ക് എന്ന് പറയുന്ന മൂവി. അപ്പൊ അതിൽ അവരെന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പൊ അതിലേക്ക് നടക്കുന്ന സമയത്ത് തെക്ക് വടക്ക് ദിശയുണ്ട്, ഈ പറഞ്ഞാണോ മൂലിയുണ്ട് തെക്കും വടക്കിന്. പിന്നെ വെറുതെ നടക്കുന്നവരെ തെക്കും വടക്ക്. പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ആവില്ല അവര് ഉദ്ദേശിക്കുന്ന സിനിമയില്. അല്ല നീ ട്രെയിലർ കണ്ട എന്ത് തോന്നി നിനക്ക്? എന്താ രസമുണ്ട്. അതിൽ തെക്കും വടക്കും കോമഡി ആയിട്ട് തോന്നുന്നുണ്ട്, എന്നാ ചില സമയത്ത് ഡ്രാമ ആയിട്ട് തോന്നുന്നുണ്ട്. അല്ല ഒരു സറ്റയർ പരിപാടിയാണ് എനിക്ക്. അല്ലാതെ നിനക്ക് എന്തായിരിക്കും അതിലൊരു കഥ ഊഹിക്കാൻ പറ്റുമോ? ഇല്ല. അതാണ് തെക്കും വടക്കും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുമ്പോ തെക്കും വടക്കും എന്ന് പറഞ്ഞാൽ ദിശയുണ്ട്, തെക്കും വടക്കും എന്ന് പറഞ്ഞാൽ പണിയില്ലാത്തവര്. ഈ പണിയില്ല എന്നുള്ള ഇടയ്ക്കിടയ്ക്ക് കുത്തി പറയണ്ട. അതൊരു പണിക്ക് പോകുന്ന പലർക്കും ട്രോമയാണ്. ശ്രദ്ധിച്ച് ആ വാക്കുകളൊക്കെ ഉപയോഗിച്ചോളാം. നമ്മളോട് തന്നെ ചോദിക്കില്ലേ പടത്തിൽ അഭിനയിച്ചറാന്ന് ചോദിക്കുമ്പോഴേ അല്ല നമ്മൾ ഈ പടമായിട്ട് ബന്ധപ്പെടുന്ന ഒരു കാര്യമുള്ളൂ. അതെ അതാണ് ഞങ്ങൾ. അല്ലല്ല തൃശ്ശൂരിലെ ഏറ്റവും വലിയ തെക്ക് വടക്ക് ഞാനാണ്. എന്റെ അമ്മ അങ്ങനെ ഞാൻ അംഗീകരിക്കാം. എങ്ങനെയാണ് അതിൽ വേറെ ഉണ്ട്. ഇവൻ തെക്കോട്ട് നടക്കണ വഴിക്ക് ഞാൻ വടക്കോട്ട് നടക്കുമ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് കൂട്ടിമുട്ടാറുണ്ട് ചില ചായക്കടകളിൽ. തെക്കും വടക്കിനും പുതിയ സ്വപ്നതലങ്ങൾ തന്നിട്ടുള്ള ആളാണ് ഇയാൾ. ഇവനെ കവിഭാവന കുറച്ച് കൂടുതലുണ്ട്. കവിഭാവന മലയാളമായിരുന്നു. നന്നായി വീട്ടില് എങ്ങനെ പക്ഷെ അല്ല കലാകാരന്മാരെല്ലാരും അങ്ങനെ തന്നെയാണ്. നമ്മളങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്തതാണല്ലോ. നമ്മളിപ്പോ ഒരു ഗ്രൂപ്പായിരുന്നു. ഇനി നമ്മളിങ്ങനെ ചർച്ചകൾ തുടങ്ങണം. ഇതിപ്പോ ഇന്ന് മുതൽ പണിക്ക് പോയി അറിയുമ്പോ എന്നാലും ഇതൊരു പണിയാണ്. പുറത്ത് പറയാൻ പറ്റുമോ? എടാ ഇതേമാതിരി എന്റെ അടുത്ത് വീടിന്റെ അവിടുത്തെ ഒരു ചേട്ടൻ ഇറങ്ങി വന്നപ്പോ ഇപ്പൊ എന്തൊരു ചെയ്യണേ? അപ്പൊ ഞാൻ ഒന്നും ആയിട്ടില്ല, ഈ കലാകാരനായ കാരണം നീയാ. അപ്പൊ ഞാൻ എന്താ ചേട്ടാ അങ്ങനെ പറഞ്ഞ ഒന്നില്ല. എന്നിട്ട് വേറെ അപ്പുറത്തേക്കണ ഓട്ടോറിക്ഷ ചേട്ടൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറയാം ഡാ ഇവൻ കലാകാരൻ. അല്ല എന്നോട് അമ്മ പറഞ്ഞല്ലേ ആകെ കൂടി സ്വയം ആവാൻ പറ്റിയ സാധനം കലാകാരൻ മാത്രം. കള്ളം വരെ ആവണേ കള്ളം നാട്ടിൽ പിടിക്കണമെന്ന്. പിടിച്ചാലേ ഉള്ള കള്ളം. സ്വയം പറയാൻ ഒരു പരിപാടിയെ മാത്രമല്ലോ. പക്ഷെ ഒരു കാര്യം, ഈ തെക്ക് വടക്ക് നടക്കുന്നവരെയാണ് ഇപ്പോഴും ആൾക്കാർ സഹായത്തിന് വിളിക്കുക. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. അവരാണ് എപ്പോഴും ഫ്രീ ആയിട്ടുണ്ടാവുക. ഇപ്പൊ ഞാൻ എന്ത് കാര്യം വിളിച്ചാലും സബ്ജക്റ്റും ഫ്രീ ആണ്. അല്ല നമുക്ക് ഫ്രീ ആയിട്ടുള്ള ഒരാള് അല്ലേ? എന്നാലും ഈ ഒരു നമുക്ക് ഇപ്പൊ ഈ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ തെക്ക് വടക്കുന്നത് കിട്ടാൻ കാരണം സിനിമയാണ്. അല്ലെങ്കിൽ നമ്മളിപ്പൊ ആലോചിക്കും കൂടി ഇല്ല. എന്താ ഇല്ലല്ലോ, സ്വയം വിലയിരുത്താനുള്ള ഒരു അവസരം കൂടിയാണത്. അല്ലെ അല്ലാതെ ഇവനിത് പറയുമ്പോ ഒരു ട്രോളാ, നമുക്ക് വേണ്ടിയൊന്നുമില്ലല്ലോ. അല്ല ഇവൻ എന്തുകൊണ്ടാന്ന് അറിയോ ഗൈസ്? ഇവൻ എന്തുകൊണ്ടാന്ന് അറിയാം എറണാകുളത്തേക്ക് മാറിയത് തന്നെ. തൃശ്ശൂര് നിന്നാൽ ആൾക്കാർ വീണ്ടും പറയും തെക്കോടക്കായില്ലേ. എറണാകുളത്ത് ബന്ധുക്കളുടെ കുറവ് കാരണം ഇല്ല, എറണാകുളത്ത് പുറച്ചിരുന്നാലും ആരറിയില്ല. ബന്ധുക്കളില്ലല്ലോ. ആര് വിളിച്ചാലും ജോസഫിനെ എവിടെ ഞാൻ കൊച്ചി ഷൂട്ടില്ല. ഞാൻ ഷൂട്ടില്ല കൊച്ചില്ല. പിന്നെ വേറെ കാര്യമുണ്ട്, ഈ കലാകാരനെ സംബന്ധിച്ച് കൊച്ചിയിലെന്ന് പറഞ്ഞാൽ പിന്നെ ചോദ്യമില്ല. ഒന്നെങ്കിൽ ഷൂട്ടിങ് അല്ലെങ്കിൽ ഡബിങ് അല്ലെങ്കിൽ എന്തെങ്കിലൊക്കെ പരിപാടികളായിരിക്കുമല്ലോ. മാത്രല്ല വീട്ടിൽ പോകുമ്പോ നല്ല വിലയിൽ പോകും. വല്ലപ്പള്ളി പോകുള്ളൂ. ഇതിൽ കൊച്ചിയിലത്തെ ആൾക്കാർക്ക് തന്നെ കാണാൻ കിട്ടില്ല. ഫ്ലാറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണ്ടേ? നല്ല കാണാൻ കിട്ടും. അവിടെ ഫ്ലാറ്റില് പട്ടിണി എന്നുള്ളത്
പറ്റില്ലല്ലോ. പല സഹായങ്ങൾ ചെയ്യുന്നില്ല. ഞാൻ വെച്ചിട്ടില്ല ആർക്കെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങാണ്ടെങ്കിൽ ഞാൻ വാങ്ങിച്ചാൽ പറയും. ഫ്ലാറ്റിലെ ചേച്ചിമാരൊക്കെ ഉണ്ട്, ഞാൻ വാങ്ങിച്ചാൽ പറയും. അപ്പൊ എക്സ്ട്രാ ഇവന്റെ സാധനം വാങ്ങുമ്പോൾ ഒരു 11 വീട് സാധനം വാങ്ങുമ്പോ ഒരു വീട്ടിൽ ഇവന്റെ ചേച്ചി ഞാനൊരു ചെറിയ ബിസ്ക്കറ്റ് എടുക്കണം, ചേച്ചി അപ്പുറത്തെ വീട് വിളിച്ചു തരും, ചേട്ടാ ഞാൻ ഒരു 11 വീട്ടിലെ ഐറ്റം ഫ്ലാറ്റ് താഴെ വരെ ഇറങ്ങാൻ സാധനം വാങ്ങാൻ മുകളിൽ എല്ലാം കൊടുത്തു എത്തി. ഇവന്റെ ഒരു കവർ സാധനം എത്തും. അല്ല അവൻ സഹായി. അപ്പൊ അവര് പറയും ഇവൻ അല്ല അതാ പറഞ്ഞേ നമ്മള് നേരത്തെ പറഞ്ഞ പോലെ സഹായം എന്നുള്ള ഒരു വലിയൊരു ഫാക്ടർ അവിടെ ഉണ്ട്. അല്ല ഇതിപ്പോ എന്താ സംഭവം വെച്ചാലേ നമ്മൾ ഈ കഥ പറഞ്ഞിരിക്കുന്ന സംഭവം എന്താന്ന് കാണുന്നവർക്ക് മനസ്സിലാവില്ല. അതാരെങ്കിലും എഡിറ്റ് ചെയ്യുമ്പോ ഇത് നമ്മളിപ്പോ എടുത്തത് ഇടയ്ക്ക് ഇടാം. ഇപ്പൊ ഇനി പറയുമ്പോൾ ആദ്യം ഇടാം. പറയുമ്പോ എന്താണത് നാച്ചുറൽ പരിപാടി എന്താ നമ്മളിങ്ങനെ ഭയങ്കര ആധികാരിയായിട്ട് നമ്മളിരുന്ന പോലെ നമുക്ക് തുടങ്ങണം ഈ സംഭവം ഞാൻ പറഞ്ഞാണ്. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവം എന്താണെന്ന് ആളുകൾക്ക് മനസ്സിലാവണ്ട. സംഭവം ആളുകൾക്ക് നമ്മൾ പണിയില്ലാത്തൊരു ഒത്തുകൂടാൻ വിചാരിച്ചു. അതിങ്ങനത്തെ ഒരു ഒക്കേഷനും കിട്ടി, ഒരേ പേരിൽ കിട്ടി, കുറ്റപ്പേരിലൊരു പടം. സന്തോഷമായി. എന്റെ പേരിലൊരു സിനിമ ഇറങ്ങിയില്ലായിരുന്നു, ജോസഫ്. ഇപ്പൊ അതേ നമ്മുടെ ക്യാരക്ടർ വെച്ചിട്ട് പടം ഇറങ്ങി. അത് ഇത് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യണ്ടല്ലേ. അത് ഞാൻ ആ സമയമാകുമ്പോ പറയാന്ന്. ഈ സാധനമായിരുന്നു എന്റെ കയ്യില്. സെൽഫ് പ്രൊമോഷൻ. അല്ല ഇതിൽ ഏറ്റവും വലിയ മറ്റുള്ളവർ ചെയ്യുന്നതിനെ വിട്ടിട്ട് എന്താ വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും സിനിമ ഇറങ്ങി റിവ്യൂ പറഞ്ഞതിന് പകരം നമ്മള് സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മളുടെ എക്സ്പെക്ടേഷൻസും കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നു. അതാണ് അതിന്റെ ഒരു സംഭവം. നമ്മുടെ ജീവിതത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്ന ഒരു പേര് കൂടിയാണ്. അല്ല നമ്മളപ്പോ നമ്മളിങ്ങനെ അറിയപ്പെടും അല്ലേ. കുറച്ച് സിനിമാ പ്രേമികൾ ആഴ്ചയിൽ ചർച്ച, സമയമുള്ളപ്പോഴൊക്കെ ചർച്ച. സമയമുണ്ട്, സമയത്തിനാണ് കുറവ്. അത് ഞാൻ പറഞ്ഞിരുത്തിയതുകൊണ്ട് അല്ലെ വീട്ടുകാർ കണ്ടിട്ട് കമന്റ് ഇടും, അമ്മേ അവന് സമയം മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. അപ്പൊ നമ്മുടെ ഒരു പരിപാടി നമ്മളിങ്ങനെ എല്ലാവരും ഗ്യാദർ ചെയ്ത് ചർച്ചകളുണ്ടാവും. മെയിൻലി സിനിമകൾ തന്നെയാണ്, കാരണം എല്ലാവരും സിനി ഫൈൽസ് ആണ്, എല്ലാവർക്കും സിനിമയാണ് താല്പര്യം. അപ്പൊ ഞങ്ങൾ തന്നെ ഒരു പേരിട്ടിട്ട് തന്നെ ഒരു പരിപാടി ഞങ്ങളുടെ മോഷൻ ഓഫ് ഫിക്ഷൻസിൽ എല്ലാവരും ആഴ്ചയിൽ. അതെ, പിന്നെ പറഞ്ഞ പോലെ നമ്മൾ സിനിമ ഇറങ്ങിയിട്ടുള്ള പരിപാടിയല്ല, സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് അതിനെ കുറിച്ചുള്ള ചർച്ച എന്തൊക്കെയായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ പ്രതീക്ഷകളും കാര്യങ്ങളാണ്. ആൾക്കാർ പറഞ്ഞ റിവ്യൂവിന്റെയും കുറെ ഇൻഫ്ലുവൻസ് ഉണ്ടാവും. അപ്പൊ ആ സാധനം ഇതും എക്സ്പെക്ടേഷൻ അതുപോലത്തെ ഒരു പരിപാടി തന്നെയാണ്. എന്നാലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാലോ. ഇങ്ങനെ ഒരു പടം അതെ നമ്മൾ എന്തുകൊണ്ട് ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. നമ്മളെ പോലെ 4 ചെറുപ്പക്കാരുടെയും പിന്നെ ഈ പ്രായക്കാരുടെയും ഒക്കെ എല്ലാവർക്കും നീ എന്റെ സീനിയർ ആയിരുന്നില്ലടാ 10ല്. ഞാൻ ജയിച്ചതുകൊണ്ടായതാ, നിങ്ങൾ തോറ്റു. ഇപ്പൊ ഓരോ സിനിമയിലേക്കും നമ്മൾ ചർച്ച ചെയ്യാൻ ഒരു കാരണങ്ങളുണ്ട്. ഇപ്പൊ ഈ സിനിമയുടെ കാരണം എന്ന് വെച്ചാൽ ഇതിന്റെ ടൈറ്റിൽ തന്നെയാണ് നമ്മൾ ഏറ്റവും ആകർഷിച്ചത്. എനിക്ക് കൂടുതൽ എന്നെ കാണാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിനായകൻ, പിന്നെ സുരാജ്. അതില് വിനായകന്റെ ഈ അപ്പിയറൻസിലും ആളുടെ നടത്തത്തിലും എല്ലാത്തിലും ഒരു വേറെ ഡിഫറെന്റ് ക്യാരക്ടർ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ജയിലർ അങ്ങനെയുള്ള പടങ്ങളിലൊക്കെയുള്ള ആളുടെ അപ്പിയറൻസും പരിപാടികളും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ മലയാളത്തിലേക്ക് പറഞ്ഞാൽ വരുന്നു എന്നുള്ള ഒരു സംഭവം ഉണ്ട്. ഇപ്പൊ എന്തെങ്കിലും ഒരു പരിപാടി ഇല്ലാതെ ആളത് പിടിക്കില്ല എന്ന് അങ്ങനെയൊക്കെയുള്ള നമ്മുടെ ഓരോ തോന്നലുകളാണ് നമ്മൾ ഈ പടത്തിന്. അതെ അതെ അതെ, അത് വളരെ ഈസി ആയിട്ട് ഫ്ലെക്സിബിൾ ആയിട്ട് ചെയ്തിരുന്ന ആളുകളാണ്. അതെ, അല്ല ഞാൻ ഈ കഷ്ടപ്പെട്ട ടൈറ്റിൽ എന്ന് പറഞ്ഞോട്ടെ. നീ എന്റെ സീനിയർ ആയിരുന്നല്ലേ പറഞ്ഞേ, തെറ്റാണ്ട് പറയടാ, കേക്കട്ടെ ഞാൻ. നീ ചത്ത്. അപ്പോ നമ്മുടെ ഈ ചർച്ചയിലെ ഞങ്ങൾ വിളിക്കുന്ന പേര് ലെറ്റസ് ഫ്ലിക്ക് എന്നാണ്. തെറ്റിക്കരുത്, അങ്ങനെ തന്നെ പറഞ്ഞോളാം. ലെറ്റസ് ഫ്ലിക്ക്. വളങ്ങിയില്ല, കണ്ടിന്യൂ. അത് പറയാൻ ഇഷ്ടമായിരുന്നു. ആക്ടേഴ്സ് തന്നെയാണ് അതിന്റെ മെയിൻ ഒരു ഫാക്ടർ.
കാരണം അവര് ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുള്ള ആക്ടേഴ്സ് ആണ്. പിന്നെ ഇതിന്റെ ട്രെയിലർ കണ്ടപ്പോഴും അതിനകത്തൊരു എന്താ പറയാ ഒരു സറ്റയർ അങ്ങനത്തെ ഒരു മൂഡ് ഉണ്ട് അതിനകത്ത്. നോവൽ അപ്പൊ ആളുടെ രീതിയിൽ ആളുടെ റൈറ്റിംഗിൽ ഒരു സറ്റയർ വരുമ്പോ ഇങ്ങനെ ഇരിക്കും. അതെ ഇവരെ കോമഡി എന്ന് പറഞ്ഞാൽ രണ്ടുപേരും അവരുടേതായ സംഭവം കൊണ്ടുവന്നവരാ. രണ്ടുപേരും അല്ലെ ഇപ്പൊ അവരുടേതായിട്ട് ഒരു സ്റ്റൈൽ ഓഫ് സാധനം ഉണ്ടായിരുന്നു. അതെ, ഇപ്പൊ സുരാജ് ചേട്ടനാണെങ്കിലും വിനായകൻ ചേട്ടനാണെങ്കിലും രണ്ടുപേർക്കും നമുക്ക് ഒരു പകരം ഒരാളെ റീപ്ലേസ്. അതെ അതെ, അങ്ങനത്തെ നമ്മളുടെ ഒരു പോയിന്റ് ഓഫ് ആർട്ടിസ്റ്റുകൾ ഉണ്ടല്ലോ, അതിൽ പെടുന്നതാണ് രണ്ടുപേരും. പിന്നെ ഇതിലെ പാട്ട് റിലീസ് ആയപ്പോഴാണെങ്കിലും അതില് കസകസയില് പുള്ളിയുടെ ഒരു അനക്കവും പരിപാടി, അപ്പൊ നമുക്കൊരു ഓളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ചായ മൊത്തം കുടിച്ച നീ കുടിച്ച അതിലൊന്നും വെച്ചില്ല. 500 അഭിനയം മതി, അതല്ല തരുന്നുള്ളൂ. ഞാൻ പാട്ട് കുടിക്കുമ്പോൾ അഭിനയം വേറെ, വെള്ളം കുടിക്കുമ്പോഴത് വേറെ, ഓരോന്നിനും ഓരോ സാധനങ്ങളുണ്ട് അല്ലേ. ഡാൻസ് ഉണ്ടല്ലേ പുള്ളിയുടെ ഒക്കെ അടിപൊളിയായില്ലേ? ആ സാധനം അടിപൊളിയായില്ലേ? അത് അടിപൊളിയുണ്ട്. ഡാൻസ് മാസ്റ്റർ ആരാ? നല്ല ക്രൂ ആട്ടോ പടത്തിലല്ലേ. സാം സിയസ് അല്ലേ? കൈദി, RDX, കൈദിയിലൊക്കെ സ്കോർ ശരിക്കും പുള്ളിയാണ്. കാരണം ആ സ്കോർ നമ്മൾ ഓർത്തിരിക്കണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ. ഈ പോസിന് പുള്ളി നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് പോസ്റ്ററിലുള്ള അതേ സെയിം പോസ് തന്നെ. ഒരു ഹുക്ക് സ്റ്റെപ്പ് എന്ന് പറയില്ലേ അല്ലേ, ചെയ്യാൻ പോണതാണ്. ശരിക്കും ടെക്നിക്കലി റിച്ച് ആയിട്ടുള്ള ഒരു ക്രൂ ആണ്. ടെക്നിക്കൽ പറഞ്ഞപ്പോഴാണ് കിരൺ ചേട്ടന എന്ത് എഡിറ്റിംഗ്. പൈസ പടം അടിപൊളിയാട്ടാ, നല്ല ടെക്നീഷ്യൻസ് ആണ് പറഞ്ഞത്. നല്ല എക്സ്പെക്ടേഷൻ ഉണ്ട് എല്ലാം കൊണ്ടും. ഇത് തിയേറ്ററോളാ, ഈ സാധനം തിയേറ്ററോളാ. അവര് DOP സുരേഷ് രാജ് എന്ന് പറഞ്ഞിട്ട് തൊട്ടപ്പനും. പിന്നെ പ്രേംശങ്കറാണ് സംവിധായകൻ, ഡയറക്ടർ. അല്ല നമ്മള് എന്തായാലും എങ്ങനെയാണെങ്കിലും നമ്മളെല്ലാ പടം തിയേറ്ററിൽ കാണും. എല്ലാരും തിയേറ്ററിൽ പോയി കാണാം. ഈ സാധനമൊക്കെ തിയേറ്ററിൽ വേണം, ഈ ഓളം തിയേറ്ററിൽ കിട്ടുള്ളൂ. അതെ അതെ, എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് പടം കാണാം. ഒക്ടോബർ 4-ാം തീയതി. അയ്യോ ഇൻഫ്ലുവൻസർ ആയി പോയോ? നിനക്കൊരു വളർച്ചയില്ല. അല്ല അപ്പൊ അല്ല നമ്മൾ പറയണ്ടല്ല, ഈ പൈറസി ഇപ്പൊ എല്ലാ പടത്തിനും പറയണ്ടേ, ഇറമൊക്കെ ആൾക്കാർ ഇറക്കി കാണാന്നൊക്കെ പറഞ്ഞു. അത് അല്ലേ ഇത്രയ്ക്കും ഒരു സംവിധാനങ്ങൾ ഉണ്ടായിട്ട് പൈറസി കളയാൻ പറ്റില്ല എന്ന് പറയുമ്പോ അല്ലേ. അത് സംവിധാനം പറയുമ്പോ അതിന്റെ ഒപ്പം തന്നെ അവര് വളരെയാണ് ഉണ്ടാവുന്നത്. അല്ല നമുക്കപ്പൊ പറയാൻ പറഞ്ഞ കാര്യം ഇതാണ്, എല്ലാവരും എങ്ങനെയും പടം കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് സിനിമ എല്ലാം തോന്നില്ലേ, ഇവര് മൊബൈൽ കാണുമ്പോൾ അത് വേറൊരു എഫക്ട് കിട്ടും. പറഞ്ഞത് സത്യമാണ്. എന്ന് വെച്ചാൽ നമുക്ക് അതല്ല തടയാൻ പറ്റുക, നമ്മൾ കാണണില്ല എന്ന് വെക്കുക, അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതെ, OTT ആയിട്ട് കാണാം. അതെ അതെ, ഇതിപ്പോ എൻജോയ് ചെയ്യാൻ പോലും പറ്റില്ലെന്ന്. ഇതിലിപ്പോ പല്ല് ഒക്കെ ചെയ്തിട്ടുള്ളതിന്റെ എത്രയോ ഡീറ്റെയിലിംഗ് ചെയ്തിട്ടുള്ളവര്. ആ വിനായകന്റെ മുടിയുടെ വർക്കൊക്കെ കണ്ടില്ലേ, നമുക്ക് വീഡിയോ പിടിച്ചിട്ടുള്ള അതിന്റെ ക്വാളിറ്റി എന്തുണ്ടാവും. ആൾക്കാരുണ്ട്, ഒരു വിഭാഗം അതിന് വേണ്ടി ഇരിക്കുന്നവരുണ്ട്. അല്ല അവരത് മാറ്റാനാണ് നമ്മൾ പറയുന്നത്. നമ്മൾ എല്ലാ പരിപാടിയും നമ്മളിത് പുഷ് ചെയ്യാന്ന് പറയാണ്. അതെ അതെ, പറയാ നമ്മൾ എല്ലാ ചെറിയ സിനിമയായാലും വലിയ സിനിമയായാലും അതിന് പിന്നില് കുറെ കഷ്ടപ്പാടുണ്ട്. അതിനൊരു വാല്യൂ കൊടുക്കാൻ നോക്കുക, അത്രയുള്ളൂ. പിന്നെ ഇതൊരു പ്രൊഡക്റ്റ് ആണല്ലോ, പൈസ മുടക്കി ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയണ്ടെന്ന് നമ്മൾ പറയുന്നില്ല. നമ്മൾ പറയുന്നത് എന്താ, ഈ പറയുന്ന പോലെ തിയേറ്റർ പ്രിന്റും കാര്യങ്ങളൊന്നും കാണാതിരിക്കുക, അത്ര തന്നെ. അഭിപ്രായം പറയാവുന്നത് എല്ലാവരുടെയും അവകാശം, അവർക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെ അത് പോയി. ഞാനവിടെ വെക്കുമ്പോഴേ അത് പറഞ്ഞത് തട്ടുന്നു. കൂളിംഗ് ഗ്ലാസ് കാണിക്കാൻ വേണ്ടി ഫ്രെയിമിൽ കയറ്റി വെച്ചതാ ഫോർഗ്രൗണ്ടില്. അപ്പൊ അത് തീരുമാനമായി. ഫസ്റ്റ് ലുക്ക് തന്നെ വന്നപ്പോ രണ്ടുപേരുടെയും ക്യാരക്ടറിന്റെയും അവരുടെ കോസ്റ്റ്യൂമും എല്ലാവരും ഭയങ്കര എന്റർടൈനിങ് ആയിരുന്നു. ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു. എസ്പെഷ്യലി വിനായകൻ ചേട്ടന്റെ അപ്പിയറൻസ്, അതായത് ഇങ്ങനെ ഒരു അപ്പിയറൻസിൽ നമ്മൾ ആ പുള്ളിനെ കണ്ടിട്ടില്ല. നമുക്ക് നല്ല പരിചയമുള്ള ആരോ പോലെ തോന്നുന്നു. ആ ഒരു
ഇപ്പൊ ഇതിന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഒരു ഗവൺമെന്റ് ഒഫീഷ്യൽ അല്ലെ, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ഓഫീസർ പോലത്തെ ഒരു. അതെ, നമുക്ക് ജോലി ഇല്ലെങ്കിൽ പടത്തിൽ രണ്ടുപേർക്കും ജോലിയുണ്ട്. ഇപ്പൊ എനിക്ക് ജോലി ഉണ്ടായിരുന്നു. എന്തായിരുന്നു അത്? ആരും ജില്ലയിൽ പോവാത്ത വഴി കൺവിൻസിംഗ് പുള്ളി. അല്ല, നീ ഡിസൈനർ ആയിരുന്നു? അല്ല, ഈ കട്ടൗട്ട് ഇവര് തരാന്ന് പറഞ്ഞപ്പോ ഇവൻ പറഞ്ഞതാണ് വേണ്ട, എന്തിനു ഞാൻ ഡിസൈനർ ഉള്ളപ്പോ ഈ ഫോണ്ടൊക്കെ ഞാൻ മാറ്റിയിട്ട് ഞാൻ ഡിസൈനറാണ്, ഞാൻ പോസ്റ്റ് ചെയ്യാൻ സാറേ. പക്ഷെ എന്തുകൊണ്ടെന്നറിയില്ല, അവര് പറഞ്ഞ മറുപടി ഒറ്റ വരെയുള്ളൂ. ഇത് 4-ാം തീയതി ഇറങ്ങാൻ പോണ പടമാണ്, ഒക്ടോബർ 4-ാം തീയതിയാണ് ഈ കൊല്ലം. അത് മുമ്പ് വേണം ഞങ്ങൾക്ക്. അതാണ് നമ്മുടെ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞ സാധനം അത് വരണമെങ്കിൽ കുറച്ച് സമയം എടുക്കില്ലേ? ഈ ക്രിയേറ്റിവിറ്റിയും വരാത്തതിന് പ്രശ്നം ഒരു ഉദാഹരണം പറഞ്ഞു. അത് നമ്മൾ വീടുകളിൽ നമുക്ക് മനസ്സിലാവും. ടാങ്കില് വെള്ളം ഉണ്ടെങ്കിൽ പൈപ്പിൽ വരുള്ളൂ. ടാങ്കില് വെള്ളം ഉണ്ടെങ്കിൽ പൈപ്പിൽ വരുള്ളൂ. ക്രിയേറ്റിവിറ്റി വരുന്നു കാത്തിരിക്കാൻ നമുക്ക് കാര്യം. അത് ഉണ്ടെങ്കിൽ ഇടയ്ക്ക് മഴ പെയ്യും. മഴ പല കാരണങ്ങൾ കൊണ്ട് പെയ്യാം. അതെ, മഴ പെയ്താലും പൈപ്പിൽ വെള്ളം വരില്ലേ? ടാങ്കിലുള്ള സംഭവിക്കാലോ. അത് നിറച്ചു വെക്കണ്ടേ? അവന്റെ അടയ്ക്കാത്ത ടാങ്കാണ്. അപ്പൊ വരുന്ന വെള്ളം നന്നായിരിക്കും. പക്ഷികളൊക്കെ മുകളിൽ കൂടെ പറക്കുന്നതാണ്. അതാണ് എന്റെ ജോലി. പല ജോലിക്ക് പോയുള്ളവരെ നമ്മളൊക്കെ അല്ലേ, നമ്മള് പല പ്രശ്നം കൊണ്ട് ജോലി നമ്മളുടെ പ്രിൻസിപ്പൾസും അവരുടെ പ്രിൻസിപ്പൾസും സമൂഹത്തിൽ. അതായത് ഇന്നാളിപ്പോ വിജയരാഘവൻ അവർ ഇന്റർവ്യൂല് പറഞ്ഞാണ്, അതായത് ഒരു പണിക്കും പറ്റിയില്ലെങ്കിൽ ആ ഒരു സിനിമയിലേക്ക് പോകുക അല്ലെങ്കിൽ കലാകാരനാവാൻ. അങ്ങനല്ല, നിന്നെ ആരും പറഞ്ഞിട്ട് നിന്നൊക്കെ അറിയാന്ന് വിചാരം. കാരണം അതിൻ്റെതായിട്ടുള്ള പണികളുണ്ട്. ആൾക്കാരെ വിചാരം അവനോ അതിനും പറ്റില്ല, പഠിക്കാനോ അവന് കൊള്ളില്ല, ഒന്നിനും കൊള്ളില്ല, എന്നാ പിന്നെ അവൻ അതിന്റെ കോട്ടെ എന്നുള്ളൊരു ധാരണയാണ്. അതല്ല ശരിക്കും സത്യത്തില്. അതിനൊരു ക്രിയേറ്റിവിറ്റി ഉണ്ട്. പറഞ്ഞ ടാങ്കിൽ വെള്ളം വേണം. സ്വയം പരിചയപ്പെടുത്തുക എല്ലാവരും. നിന്നെ നീ പരിചയപ്പെടുത്തുക, നിന്നെ പരിചയപ്പെടുത്തുക. ഇതിലിപ്പോ ഞങ്ങളുടെ കൂട്ടത്തില് പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുള്ള ഒരു പരിപാടിയാണ്. എന്റെ ഒന്നും ഞാൻ പ്രിപ്പയർ ചെയ്തില്ല, അതാണ് ഇതിൽ പറ്റിയത്. എന്റെ പേര് വിഗലാണ്. ഞാൻ റൈറ്ററാണ്, ആക്ടറാണ്. ജോലി വെച്ചത് ആഗ്രഹമില്ല. അല്ല, പിന്നെ നീ എന്തോ പ്രിപ്പയർ ആയി വന്നിട്ടുണ്ടായിരുന്നല്ലോ ആദ്യത്തെ. അല്ല, ബാക്കിയുള്ളവരെ കുറിച്ച് എന്തോ പ്രിപ്പയർ ചെയ്തു തോന്നല്ലോ. നിന്റെ ആദ്യത്തെ കാവ്യാത്മകമായ സാധനത്തിൽ തന്നെ ഞാൻ ഫ്ലാറ്റാണ്. അടുത്ത ഇവരെ ഒന്ന് പരിചയപ്പെടുത്തിയാൽ ആയിക്കോട്ടെ. നീ അനുഭവിക്ക്, പറയടാ. കുഴപ്പമില്ല. സിനിമയൊക്കെ ചെയ്യുന്നതിന് മുമ്പ് എന്താ ചെയ്തോണ്ടിരുന്നത്? അല്ല, ഈ സിനിമ എന്ന് പറഞ്ഞൊരു പോയിന്റ് ആണ്. അതിന് ഇപ്പുറവും അപ്പുറവും അങ്ങനത്തെ കേസാണോ? അല്ല, നമ്മളിപ്പോ ഈ പടത്തില് ഈ തെക്ക് വടക്ക് എന്ന് പറഞ്ഞ പടത്തിൽ ഇതേമാതിരി ബദ്ധ വൈരികളായിട്ടുള്ള രണ്ടാളുകളുടെ പോലെ ഒരു ക്യാരക്ടറൈസേഷൻ ആണ് കണ്ടത്. ആ ട്രെയിലർ കണ്ടപ്പോ അങ്ങനെ തോന്നി. ആദ്യം അവര് നോർമലി ഇതായിട്ട്, പിന്നീട് തെറ്റ് എന്തോ ഒരു കാരണവശാൽ തെറ്റി പിരിയുന്നതാണെന്നാണ്. ഞങ്ങൾ തെറ്റാണെങ്കിൽ ഞങ്ങൾ ഇതിനായിട്ടും വലുതാവും. അല്ല, ഈ തെക്കും വടക്കും ഒന്നിക്കുന്നില്ലല്ലോ. അതാണ് അവരെനിക്ക് തോന്നുന്നു. അവരെ രണ്ടുപേരും തെക്കും വടക്കുമായിട്ട് അവരെ എനിക്ക് തോന്നുന്നതായിരിക്കും ടൈറ്റിൽ അങ്ങനെ തെക്ക് വടക്ക്. അതന്നെ അവരും പറഞ്ഞേ. അല്ല, മറ്റേ ശത്രുതര കേസുകൾ പറയാൻ കുറെ ഉണ്ടാവല്ലോ. ഇതേ മോഡലിലുള്ള സിനിമകളാണ് അയ്യപ്പനും കോശിയും ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ. അതായത് ഈഗോ കാരണം രണ്ടുപേരും തമ്മിൽ തെറ്റുന്നു. കൊറേ നാളായി അങ്ങനത്തെ ഒരു പടം കണ്ടിട്ട് അല്ലേ. അത് സീരിയസ് എലമെന്റിലാണ് പറഞ്ഞത്. ഇത് കോമഡി ഉണ്ട്. പിന്നെ ഇവരുടെ ഒരു ഏജ് കാറ്റഗറി വെച്ചിട്ടുള്ള ശത്രുത കാണിക്കുമ്പോഴേ ഇവർ ആക്ടേഴ്സ് ഒന്നും അവർ രണ്ടുപേരും ആ ഒരു മെച്യൂർ ആക്ടിങ്ങില് കുറച്ചുകൂടി വേറെ രീതിയില് കുറച്ച് നല്ല പ്രായമായിട്ട്. പിന്നെ അതിൽ തന്നെ ഈ ട്രെയിലറിൽ ഒരു ഡയലോഗ്
ഇന്റർവ്യൂല് പറയുന്നത് 30 വർഷമായിട്ട് കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെ 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 കാലങ്ങൾ പഴക്കമുള്ള അതെ അതെ അതെ. അപ്പൊ മുമ്പേ ഉണ്ടായ ഇതാണ്, ചെറുപ്പത്തിൽ എന്തെങ്കിലും ഉണ്ടായിരിക്കും. ചെറുപ്പത്തിൽ ഇങ്ങനത്തെ കുറെ കോമഡികള് പറയാണ്ടാവല്ലോ നിനക്ക്, ഈ ശത്രുക്കളുടെ. ഇവന്റെ ഒരു കഥയുണ്ട്. ഇവന്റെ ഒരു എന്റെ കൂട്ടുകാരന്റെ ചെറുപ്പത്തിൽ നടന്ന കഥയാണ്. ഞാനും കൂട്ടുകാരനും കൂടി ഞാൻ കളിച്ച് ഇങ്ങനെ അവന്റെ വീട്ടിലാണ് കളിക്കുന്നത്. അപ്പൊ കളി കഴിഞ്ഞപ്പോ അവന്റെ അമ്മ പറഞ്ഞു ചോറിനാന്ന് പറഞ്ഞു. ആ ജസ്റ്റ് എന്തോ കളിക്കാണ്, തീപ്പെട്ടിപ്പടോ തീപ്പെട്ടിപ്പടം ഭയങ്കര ചെറുപ്പം, 100-ാം കോലി. അപ്പൊ ചോറിനാൻ വേണ്ടി വിളിച്ചു. അപ്പൊ ഞാൻ അവിടെ നിന്ന് കഴിക്കാൻ പറഞ്ഞു. കഴിച്ച് ഇപ്പോ സാമ്പാർ എനിക്ക് ഒഴിച്ചത് കൂടി പോയിന്നോണ്ട് അവൻ ചോറിനാണ്ട് പോയി. അല്ല അവന്റെ വീട്ടില് അല്ല. പക്ഷെ അത് അവൻ പിന്നെ എന്നെ കാണുമ്പോ അതും പറഞ്ഞ് തല്ലിവിടാന്ന് പറഞ്ഞ സംഭവം സാമ്പാർ കൂടി സമ്മതിച്ചു. പക്ഷെ അല്ല അമ്മ വെച്ചത് എന്താണ്? അല്ല ഇന്നും മിണ്ടില്ല അവര്. ഒരു ദിവസം നീ കാര്യം ചെയ്യും, നീ ഒരു ദിവസം വീട്ടില് സാമ്പാറൊക്കെ വെച്ചിട്ടാണ് വീട്ടിലേക്ക് ക്ഷണിക്കും. കോഴിക്കോടാ കിട്ടൂലേ കാണാൻ. സാമ്പാറിന്റെ പേരില് ഇങ്ങനെ ചെറിയൊരു പണക്കുണ്ടായിട്ട് അത് വിട്ടുപോയി. പിന്നെ കാണാനോ സംസാരിക്കാനോ പറ്റിയിട്ടില്ല. ഇങ്ങനെയാണെങ്കിൽ ഈ പടം റിലേറ്റബിൾ ആയിരിക്കും എല്ലാവർക്കും കേട്ടോ. അതെ പോലെ ഇത് കാണുന്നവർക്കും അല്ലെങ്കിൽ ഇതിന്റെ ഒരു സംഭവം അറിയുമ്പോ തന്നെ ഓഡിയൻസിനെ അവരുടെ ലൈഫിലേക്ക് ആലോചിക്കും ഇന്ന കാരണം കൊണ്ട് തെറ്റിപ്പിരി. അല്ല ഇപ്പൊ കൂട്ടുകാരൻ ആവണമെന്നില്ല, ബന്ധുക്കൾ അല്ലെങ്കിൽ വീട്ടിലെ എല്ലായിടത്തും ഈ പ്രശ്നം ഉണ്ടല്ലോ. നമ്മൾ സ്ഥിരം നടക്കണതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മളോട് താല്പര്യമില്ലാത്ത കുറെ ആൾക്കാരുണ്ടാവും. നമ്മളറിയാത്ത കേസിനെ പോയിട്ട് നമ്മളോട് വെച്ചിരിക്കുന്നത് അറിയില്ലല്ലോ. എല്ലാ ഫാമിലിയിലും ഉണ്ടാവും, ഒരാളെങ്കിലും ഉണ്ടാവും, ഫാമിലിയിലും സുഹൃത്തുക്കളുടെ ഇടയിലും ഉണ്ടാവും. ഈ കള്ളു കുടിക്കുമ്പോ എന്നെ നോക്കിയാൽ മനസ്സിലാവും, നീ എന്നോട് അന്നത് ചെയ്തുട്ടാ. എല്ലാ കള്ളു കുടിയിലും അത് പറയാൻ. പോസ്റ്റർ കണ്ടിരുന്നോ നിങ്ങൾ? സാധനം കണ്ടിരുന്നില്ലേ? കണ്ടിരുന്നോ? ഇത് ഇവരാണോ നായിക? അവര് നായിക, അവരെന്നെ പ്രൊഡ്യൂസർ അഞ്ജന ഫിലിപ്പ്. ആ ട്രെയിലറിലും ഉണ്ടായിരുന്നില്ലേ? പ്രൊഡ്യൂസർ ആണല്ലേ, പ്രൊഡ്യൂസർ കം ആക്ടർ അല്ലേ? അല്ല എന്റെ അഭിപ്രായത്തിൽ ഇതുപോലത്തെ യങ് പ്രൊഡ്യൂസേഴ്സ്, ഫീമെയിൽ പ്രൊഡ്യൂസേഴ്സ് വരണം. അവന് കഥ പറയാൻ പോകാൻ വേണ്ടിട്ടാണ്. ആഗ്രഹം കൊള്ളാം, അത് ശരിയാണല്ലേ. പുതിയ ആൾക്കാർ വരട്ടെ എന്ന്, സിനിമയിൽ വരണല്ലോ. അല്ല ഈ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള ഒരു മേഖലയല്ല. ഇവരുടെ ആദ്യത്തെ പടമാണ് ഇവർ ചെയ്യുന്നത്. ഇപ്പൊ പുള്ളിക്കാരിയുടെയാണ് അഞ്ജന ടാക്കീസ് അവർ ചെയ്യുന്ന പ്രൊജക്റ്റാണ്. അവരെ സോളോ പടമാണ്. അവർ മുമ്പ് ഇൻവെസ്റ്റർ ആയിട്ട് വർക്ക് ചെയ്തിരുന്നു 2 പടത്തിലൊക്കെ. മിന്നൽ മുരളിയിലും ആർട്ടിസ്റ്റിലൊക്കെ ഇവർ ഇൻവെസ്റ്റർ ചെയ്യുന്നു. അങ്ങനെ ഇവര് അതിന്റെ കോ പ്രൊഡക്ഷൻ പോലെ. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് അവർ സോളോ ആയിട്ട് ചെയ്തത്. പക്ഷെ ഇങ്ങനെ ഞാനെപ്പോഴും ആയിരിക്കും ചെറുപ്പക്കാർ അല്ലെങ്കിൽ ഇവരെ പോലെ കുറച്ച് പുതിയതായിട്ട് ആൾക്കാർ വരാണെങ്കിൽ അവരെ സ്ക്രിപ്റ്റ് വാല്യൂ ഭയങ്കര നോക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല. ഒരു അല്ലെ നിങ്ങൾ കണ്ടില്ല ഇപ്പൊ ചില പ്രൊഡക്ഷൻ കമ്പനി ആദ്യം ചെയ്യുന്ന ഒരു പടങ്ങള് അത് നല്ല സ്ക്രിപ്റ്റ് വാല്യൂ ഭയങ്കരമായിട്ട് നോക്കും. അതെ, കഴിവാണ് നോക്കുന്നത് മെയിൻലി നോക്കുമ്പോൾ. അല്ല കഴിവ് എന്നുള്ളതല്ല, ഒരാൾക്ക് ഇപ്പൊ പലപ്പോഴും ഓഡീഷൻസിന് മുമ്പ് അവർ പറയാറുണ്ട് നിങ്ങളെ സെലക്ട് ചെയ്യാത്തത് നിങ്ങളുടെ കഴിവ് കേടുകൊണ്ടല്ല, ആ പർട്ടിക്കുലർ ക്യാരക്ടറിന് നിങ്ങൾ ആപ്റ്റ് ആണോ അല്ലയോ എന്നുള്ളത്. എന്ന് പറയുന്ന പോലെ നമ്മളൊരു പ്രൊഡ്യൂസറിന് നറേറ്റ് ചെയ്യാൻ പോകുമ്പോൾ ചിലപ്പോൾ അവരുടെ മൈൻഡിലുള്ള ജോണർ നമ്മൾ ഉദ്ദേശിക്കുന്ന ജോണർ ആവണമെന്നില്ല. അതുകൊണ്ടായിരിക്കാം, അല്ലാണ്ട് നമ്മുടെ കഥ മോശമായി ആയതുകൊണ്ടാവണമെന്നില്ല. പക്ഷെ അവിടെ പുതിയ ആളുകൾ വരുമ്പോഴേ, യങ് ആയിട്ടുള്ള ആൾക്കാർ വരുമ്പോൾ അവരുടെ പെർസ്പെക്റ്റീവ് കുറച്ചുകൂടി വൈഡ് ആയിരിക്കും, നമുക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റും. അതെ, അത് ആ ഒരു വേവ് ലെങ്ത് സെയിം ആയിരിക്കും. എല്ലാ പ്രൊഡക്ഷൻ കമ്പനികളുടെ ആദ്യത്തെ പടങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അവരന്ന് വേറെ ചിന്തയില്ല, അവർ നല്ലൊരു സ്ക്രിപ്റ്റ് അത് ഈ പടത്തിന് അപ്പൊ എന്തായാലും ഉണ്ടാവും അറിയാണ്. പിന്നെ സുരാജ് ചേട്ടൻ വിനായകൻ അവരൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ അതിന് അത്ര വാല്യൂ കൊടുത്തിട്ട് ചെയ്യുന്നവരാണ്. നമ്മുടെ എക്സ്പെക്ടേഷൻ. അല്ല അവര് ഡേറ്റ് കൊടുക്കുമ്പോഴും അവര് ഒന്നും കാണാതെ വെറുതെ എന്തൊരു പടം ചെയ്യില്ല. പ്രത്യേകിച്ച് ഇപ്പൊ പുള്ളിയൊക്കെ ജയിലർ കഴിഞ്ഞ് നിൽക്കുമ്പോൾ അടുത്തൊരു പടം ചെയ്യുമ്പോൾ എന്തായാലും ആലോചിക്കും. ഒരു നല്ല കണ്ടന്റ് ഇല്ലാത്തൊരു സാധനം വെറുതെ പോയി ചെയ്യില്ല. പ്രൊഡ്യൂസർ എന്നിട്ട് ക്യാരക്ടർ പോസ്റ്റർ ഒക്കെ ചെയ്ത് പുള്ളിക്കാരില്ലേ, അത് ട്രെയിലറിലൊക്കെ വന്നു. അതൊക്കെ ആദ്യമായിട്ടാണ് ഒരു പ്രൊഡക്ഷൻ തന്നെ അവർ ചെയ്ത്. ഇത് തലവേദന പിടിച്ച പണി നമുക്ക് അറിഞ്ഞൂടെ? നമ്മളൊരു പടം ചെയ്തതിന്റെയാണല്ലോ മാലയൊക്കെ പോയത്. ചെറിയ റോള്, കുഞ്ഞു റോള് ചെയ്തില്ലേ. പക്ഷെ അവൻ പറയാം അതൊരു പ്രത്യേകത. സെറ്റ് തന്നെ ഭയങ്കര കാമും, എല്ലാവരും ഓക്കെയാണ്, റഷും ബഹളം അല്ലാണ്ട്. അപ്പൊ ഇവരെ ഒരു കൺട്രോളിങ് ആവത് അത് എടുത്ത് കുറെ വട്ടം വിളിച്ചു പറഞ്ഞു. ഏറ്റവും നന്നായ തന്നെ പകുതി അതിന്റെ സാധനം റിഫ്ലക്ട് ചെയ്യും. പിന്നെ സിനിമയിൽ അത് റിഫ്ലക്ട് ചെയ്യും. പീസ്ഫുൾ ആയിരുന്നു അത് ഓൾറെഡി റിഫ്ലക്ട് ചെയ്യും. അല്ല എപ്പോഴും ഈ സൗഹൃദങ്ങളിൽ നിന്ന് തന്നെയുള്ള സിനിമ ഉണ്ടാവുന്നത്. ആ ഒരു കൂട്ടായ്മ, ആ ഒരു അന്തരീക്ഷം. ഇപ്പൊ എല്ലാ ആക്ടേഴ്സും പറയുന്നത് കേട്ടില്ലേ, ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടാ സിനിമ ഷൂട്ട് ചെയ്തത്. ആ ഒരു എൻജോയ്മെന്റ് വേണം. അല്ലാണ്ട് നമ്മളിതൊരു പണിയായിട്ട്, സംഭവം പ്രൊഫഷൻ ആണെങ്കിലും അതൊരു പണിയായിട്ട് കാണുന്ന പോലെ അല്ലല്ലോ ആൾക്കാർ. അത് ഒരു അത് ഡയലോഗ്സിലും ആ ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. അല്ല എപ്പോഴും ഈ ഇവരെ പോലുള്ള ആക്ടേഴ്സ് എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് ചെയ്യാന്നുള്ളത് എപ്പോഴും
റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ കാര്യം. അതാണ് ചേട്ടാ ഇപ്പൊ അടുത്തായിട്ട് തന്നെ കുറെ വയസ്സായവരുടെ ക്യാരക്ടർ ചെയ്തു വന്നവരും അതാണ്. അപ്പൊ അതിൽ നിന്ന് മാറി നിക്കാനായിട്ട് എന്തെങ്കിലും ആള് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാ പല്ലിന്റെ ഒക്കെ വർക്ക് കാണുമ്പോഴേ നമുക്ക് ആ പോസ്റ്ററിൽ റിവീൽ ആവുന്നുണ്ട്. എല്ലാവരും ക്യാരക്ടർക്ക് അതാ റിവീൽ ആണ്. ഇതിലൊരു മറ്റേ പൊളിറ്റിക്കൽ സറ്റയർ ആയ കാരണം കൊണ്ട് ചിലപ്പോ നമ്മൾ മലയാളികൾ കുറെ കൂടി പൊളിറ്റിക്സിൽ ഇൻവോൾവ്ഡ് ആയ കാരണം കൊണ്ട് ഈ പൊളിറ്റിക്കൽ സറ്റയറിന് ഒരു സാധ്യതയുണ്ട്. ഈ ഇപ്പൊ പ്രാടി പറയുന്ന പോലെ തന്നെ ഇപ്പൊ ആ ട്രെയിലർ കാണുമ്പോ ഓരോരുത്തർക്കും ഓരോ ഒരു ഔട്ട് കിട്ടുന്നുണ്ട്. ഇവര് രണ്ട് സഖാക്കന്മാര് എന്ന് പറയുമ്പോ പേരെ വിളിക്കുന്ന അങ്ങനെയല്ല, അങ്ങനെ എന്താണ് വിളിക്കുന്നത് കേട്ടത്. അപ്പോൾ അതിലൊരു പൊളിറ്റിക്കൽ ഒരു സാധനം ഉണ്ടാവും. ഈ കേരളത്തിലും മലയാളിക്കും ഓൾറെഡി ഇത് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു താല്പര്യമുള്ള കാര്യമാണ്. പാർട്ടിക്കാരായാലും പാർട്ടി ഇടപെടാൻ പറ്റില്ലല്ലോ. ഒരു വേറെ പാർട്ടി ആണെങ്കിലും അതായാലും പറയുന്നതാണ് ഒരു അന്തരീക്ഷം നമുക്ക് പരിചിതമാണ്. പൊതുവെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ശരിക്കും നാടുമ്പുറം ഗ്രാമം പടം കുറച്ച് നാളെ ഇങ്ങനത്തെ കണ്ടിട്ട് ഒരു സാധനമൊക്കെ ഇട്ടില്ലേ, ഒരു മെച്ചൂർ സാധനമൊക്കെ വന്നിട്ട് കൂടുതൽ സീനും കോടതി ബേസ് ചെയ്തിട്ടൊക്കെയാന്ന് തോന്നുന്നത്. അപ്പൊ ആ കേസ് നടക്കുന്നുണ്ട്. കേസ് ഇങ്ങനെ കാലങ്ങളോളം കേസ് നടക്കുന്ന പരിപാടിയായിട്ട് അതിനൊപ്പം തന്നെ പറയുന്നുണ്ടല്ലോ ഈ കോടതിനെ ഇവര് ഭയങ്കരമായിട്ട് ആസ്വദിച്ച് വിവരിക്കുന്നുണ്ട് ഇതില്. ഈ കോടതിയിലെ ആ ഒരു വാശി കയറി കഴിഞ്ഞാൽ പിന്നെ അത് ആസ്വാദനമായി അവർക്ക്. അല്ലാതെ കാലങ്ങൾ ഇവര് ഈ സ്ഥലം കണ്ട് ഏറ്റവും പരിചയമുള്ള കേസ് നടത്തുക എന്ന് പറഞ്ഞ ഒരു ഭ്രാന്തുണ്ട്. അത് കേസ് നടത്തിയിട്ടേ കാര്യമുള്ളൂ. നീ അത് കേസ് കൊടുക്കുന്ന പറഞ്ഞ പോലെ ഉണ്ട്. ഞങ്ങളുടെ നാട്ടിലൊരു കേസ് ഉണ്ട് സംഭവം പോലെ. അത് ചെറിയ കേസാ. അപ്പൊ ഒരു മെറ്റൽ അടിച്ചതിന്റെ കേസ് എന്തോ മെറ്റലിട്ട് പരിപാടി. അപ്പൊ അതിന് ഷെയർ ഇടണം. അപ്പൊ ഒരാൾ പാർട്ട്ണർ ഉണ്ട്. ഞാൻ പേര് സംഭവം ഒന്നും പറഞ്ഞില്ല, അവർ നാട്ടിൽ പോകണതുകൊണ്ട് പറയുന്നില്ല. പക്ഷെ കുറച്ച് ഒരു 1.5 കൊല്ലത്തെ കഥയുണ്ട്, നല്ല രസമാണ്. അപ്പൊ മെറ്റലിട്ടിന്റെ ഷെയർ ഒരു 3500 കൊടുക്കണം. 3500 കൊടുക്കണം. അപ്പൊ മുതലാളി മറ്റവരുണ്ട് വേറെ കൊടുക്കേണ്ട ആൾ, ഷെയർ കൊടുക്കണ ആൾ കൊടുക്കില്ല. ആൾ പറഞ്ഞു നിങ്ങൾ ഇട്ടേര് ഞാൻ തരില്ലേ പറഞ്ഞു. അപ്പൊ ആള് പറഞ്ഞു നിയമവശം നിങ്ങൾ തരണം എന്ന് പറഞ്ഞു. തരില്ല. ആഹാ. അപ്പൊ ഇയാൾക്ക് അങ്ങനെ കേസിന്റെ കാര്യമുണ്ട്. ഇയാൾ പറഞ്ഞു നിങ്ങളെ പോയി കേസ് കൊടുക്കുന്നു പറഞ്ഞു. അവൻ പോയി കൊടുത്തു. അപ്പൊ ഇയാൾക്ക് വാശി, ഇയാൾക്ക് കുറച്ചുകൂടി മണി പവർ ഉണ്ട്. മറ്റൊരു അത്രയില്ല. ഇയാൾക്ക് മണി പവർ ഉണ്ട്, വക്കീലൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാം വാശി അതല്ലോ. അപ്പൊ ഇയാൾ പറഞ്ഞു കേസ് നടത്താന്ന് പറഞ്ഞു. അങ്ങനെ ഇയാളുടെ വക്കീലും പറഞ്ഞ് നടത്താന്ന് പറഞ്ഞു. മറ്റാൾ നടത്തി. മറ്റാൾ പോയി കൺസ്യൂമർ കോടതിയിൽ പോകാൻ പറ്റും. 3500 കൊടുക്കണ്ടോ? അത് കേസ് നടത്തി. കേസ് നടത്തി 1.5 കൊല്ലം അങ്ങോട്ടും ഇങ്ങോട്ടും വാദം തർക്കം പരിപാടിയായിട്ട് കൺസ്യൂമർ കോടതിയിലും മറ്റോടത്തും കൂടി 2 സ്ഥലത്തും വിധി വന്നു. 3.5 ലക്ഷം രൂപ കൊടുക്കണം. അതായത് മറ്റാളുടെ കേസ് നടത്തിന്റെ ചെലവ് നഷ്ടപരിഹാരം എല്ലാം അടക്കം. പിന്നെ ഈ 3500 കൊടുക്കണം. എന്നിട്ട് കൊടുത്തു. വിട്ടുകൊടുക്കാൻ പറ്റാത്ത ഒരു മനോഭാവമാണത്. അപ്പൊ അങ്ങനത്തെ 2 പേര് വന്ന ആലോചിക്കുക പടം മുറുങ്ങില്. അതാണ് ഈ സംഭവത്തിൽ ഉണ്ടാവുന്നത്. ഞാൻ എന്റെ പ്രതീക്ഷയാണ് പറഞ്ഞിട്ടോ. അല്ല നമ്മളെല്ലാവരും പ്രതീക്ഷയാണല്ലോ പറയുന്നത്. ഒരു റിലേറ്റബിൾ ആണ്. ഞാൻ ഈ പുള്ളിനെ ഓർത്തേ, പുള്ളി എന്നിട്ട് ഒരു തല്ലുവിടാൻ തയ്യാറാണ്. അന്ന് കൊടുത്തിരുന്നു ചിലപ്പോ 2000 ഒതുങ്ങി പോയ കേസ്. പിന്നെ നീ വെക്കി 2000 ബാക്കി പ്രശ്നമൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ അവിടെ തീർന്നു. പക്ഷെ അയാൾക്ക് ഇയാളെ കോടതി കയറ്റാൻ പറ്റില്ലല്ലോ. അത് വലിയ പ്രശ്നം. അതെ, ഈ ഈഗോ എന്ന് പറയുന്ന ഒരു ഫാക്ടർ. അല്ല, അതിൽ ലോജിക്ക് ചിന്തിക്കില്ലല്ലോ. അവർക്ക് ഇത് നടന്നു കഴിഞ്ഞ കേസ് കഴിഞ്ഞിട്ട് ഇത് ഇത്ര കൊല്ലം കഴിയുമ്പോൾ സംഭവിക്കുക, ഇതിന് വിധി നമുക്ക് അനുകൂലം, അതൊന്നല്ല. ആ കേസ് നടത്തുമ്പോഴുള്ളൊരു ഹരം, അതിന്റെ ഒരു ഹരം. പോയി കേസ് കൊടുക്കുന്ന പറഞ്ഞതിന് ശേഷം കേസ് കൊടുക്കുമ്പോ ഒരു സന്തോഷം. അതെ, എൻജോയിന്റെ മൈൻഡിലേക്ക് എത്തിയവര് ഇവർക്ക് ആസ്വാദനം. ട്രാൻസിലവര് വേറെ ട്രാൻസ് അവര് രാവിലെ ഇറങ്ങണതേ കോടതി. അതെ, ക്രിക്കറ്റ് കളിയുടെ സ്കോർ എന്തായെന്ന് നോക്കണ മാതിരി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവില്ല. അല്ല, ഇതിലിപ്പോ ട്രെയിലറിൽ തന്നെ മക്കള് വരെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇതിന്റെ വല്ല കാര്യമുണ്ടോ. അപ്പൊ അല്ല, ഇപ്പൊ കുടുംബത്തിൽ കേസ് നടക്കുമ്പോൾ നമ്മൾ ചോദിക്കില്ല എന്തിനു കാരണം നിങ്ങൾ എന്തിനു കേസ് നടക്കാൻ ചോദിക്കുമ്പോ അവര് പറയും നമ്മൾ ചോദിക്കും ഇത് എന്തിനാ കേസ്, ഇത് ആവശ്യമില്ല. അപ്പൊ അതല്ല, അത് നടക്കാം. അവർക്ക് അവരുടെ വാശിയും ഇതാണ്. 40 കൊല്ലം വരെ ഈ 10,000 രൂപ വരെയുള്ള 1.5 സെന്റിനൊക്കെ വേണ്ടിട്ട് 10-30 വർഷമായിട്ട് കേസ് ചോദിക്കുമ്പോ എന്താ എന്റെ അമ്മ എനിക്ക് തന്നാന്ന്. അതെനിക്ക് വേണം. അല്ല, പണ്ടൊക്കെ അയൽവക്കാർ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ അത്രയ്ക്ക് ഇല്ല. ശരിക്കും പറയാം, നമ്മള് പണ്ട് കേൾക്കല്ലേ അയൽവക്കാരായിട്ട് എങ്ങനെ പ്രശ്നമൊന്നും ഇല്ലെന്ന് എപ്പോഴും ചോദിക്കുക ആൾക്കാര്. ഇപ്പൊ അത് മതില് കെട്ടിയില്ലോ. പണ്ട് ഈ മറ്റേ വേലി വെച്ചിട്ട് എല്ലാവരും വൈകുന്നേരം
മെഴുകുതിരി കത്തിച്ചിട്ട് വേലി ഒരു ഇഞ്ച് കയറ്റി വെക്കും. അവസാനം വേലി നടന്ന് നമ്മുടെ ജനലേരെ അവിടെ എത്തുമ്പോ മൾബുരൊക്കെ നമുക്ക് കയ്യിലട കൂടി ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കാം. ഇത് ഇത്ര ദൂരം ഉണ്ടായിരുന്ന വേലി എവിടെ എത്തി? ജനല എന്താ പറ്റി അങ്ങനത്തെ ഇല്ല ഇതിലടാ ഇതിലിപ്പോ നോക്കി ഇപ്പൊ നമുക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ തലമുറക്കാർക്ക് പണ്ട് കേട്ടുള്ള പരിചയം നമ്മുടെ മൂത്തവര് എപ്പോഴും കേസാ. ഇവരിൽ അങ്ങനെയാണ്, ഇവരെ പിള്ളേര് നമ്മുടെ പ്രായക്കാരെ കാണിക്കുന്നത്. അപ്പൊ ഇവര് സീനിയേഴ്സ് അവര് അപ്പൊ ആ ക്യാരക്ടർ കാണിക്കണേ കേസിലേക്ക് പോവില്ല. നമ്മളത് മെനക്കെടാണ്. അതാ സമയമില്ല, നമ്മള് വെറുതെ നടക്കാണ്, എന്നാലും സമയമില്ല. തള്ളവല്ല നീരുണ്ട് തടുത്തിട്ട് ഈ വരലില്ല. പണ്ട് മറ്റേ ഈ ക്ഷത്രിയന്മാർക്ക് മറ്റേ വിരലുമ്മ ടൈമുണ്ടോ അമ്പ് വിട്ടിട്ട് റീൽസിന്റെ കാര്യം പറയുമ്പോൾ നമ്മള് ചിലപ്പോ ഫോണിൽ സമയം നോക്കാൻ വേണ്ടി ഫോൺ എടുക്കുന്നതായിരിക്കും. പിന്നെ നേരെ ഇൻസ്റ്റാഗ്രാം എടുക്കുമ്പോൾ റീൽ തുറക്കും. പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് അതല്ല, ഏതെങ്കിലും ഒരു റീൽ അയച്ചിണ്ടാവും. ആ റീല് നമ്മൾ തൊട്ടു അത് ക്ലിക്ക് ചെയ്യുമ്പോ അല്ല സജഷനിലുപരി അത് കഴിഞ്ഞിട്ട് അത് വീണ്ടും ബാക്ക് അടിച്ചിട്ട് ഇവിടുത്തെ അയച്ച അടുത്ത റീലല്ല നമ്മൾ നോക്കുക. ആ റീല് കണ്ട് കഴിയുമ്പോഴേക്കും അറിയാണ്ട് നമ്മുടെ കൈ ഇങ്ങനെ പോകും. അപ്പൊ തന്നെ കൊള്ളാലോ. പിന്നെ ഇത് മുഴുവൻ കണ്ടു കഴിഞ്ഞിട്ട് അയ്യോ വേറൊരെണ്ണം അവന്റെ നോക്കാണ്ടല്ലോ എന്നിട്ട് വീണ്ടും നോക്കുമ്പോ ആറെണ്ണം വേറെ അയച്ചിട്ടുണ്ടാവും. തെക്ക് വടക്ക് ആയതിന്റെ ഒരു കാരണം റീലൂടെ ഉണ്ടിട്ട് പറയണം നമ്മള്. കാരണം നമ്മള് നോക്കിയിരിക്കില്ലേ, നമുക്ക് സമയമുണ്ട്. അങ്ങനല്ല അല്ല അതിങ്ങനെ പറയണം. ഞങ്ങള് തെക്ക് വടക്ക് നടക്കാനുള്ള ഞാൻ കൺക്ലൂഷൻ പോലെ വെക്കട്ടാ. ഞങ്ങൾ തെക്ക് വടക്ക് നടക്കാനുള്ള കാരണം സ്മാർട്ട് ഫോണിന്റെ വരവാണ്. പക്ഷെ ഞങ്ങളൊന്ന് ആലോചിച്ചപ്പോ ഈ 1100 ഞങ്ങൾ തെക്ക് വടക്കായിരുന്നു. Okay, come let us flick next day.